നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 9, 2026 തിങ്കൾ. അങ്ങനെ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യ US ഇടക്കാല വ്യാപാര ചട്ടക്കൂട് നിലവിൽ വന്നതിനെ തുടർന്ന് 18% എന്ന റെസിപ്രോക്കൽ താരിഫിലേക്കും എത്തിച്ചേർന്നതിന്റെ ഫലമായിട്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് ഈ ആഴ്ചയിലെ ആദ്യ ട്രേഡിംഗ് സെഷനിൽ തന്നെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രവുമല്ല, കഴിഞ്ഞ ചൊവ്വാഴ്ച ഏകദേശം 1200 പോയിന്റുകൾക്ക് മുകളിലുള്ള ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനെ തുടർന്ന് നിഫ്റ്റിക്ക് 25,800 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുവാൻ സാധിച്ചെങ്കിലും പിന്നീടുണ്ടായ ഫോളിന്റെ ഫലമായിട്ട് അത് നിലനിർത്തുവാനുമായില്ല. എങ്കിലും ഒരു മാസത്തിനും ഒരു ദിവസത്തിനും ശേഷം, അതായത് ജനുവരി 8 ശേഷം നിഫ്റ്റിക്ക് ആദ്യമായി 25,800 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അതിശക്തമായ നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും 25,780 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഇന്ന് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. അതേസമയം ഉച്ചകഴിഞ്ഞ് മാർക്കറ്റിന് വീണ്ടും ശക്തിയാർജിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 25,922 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടി വന്നതിനെ തുടർന്ന് 173 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,867 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന് 485 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 84,000 എന്ന ലെവലിന് മുകളിലായിട്ടും ബാങ്ക് നിഫ്റ്റിക്ക് 548 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 60,600 എന്ന ലെവലിന് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. കൂടാതെ ഇന്നത്തെ NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 2,311 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചപ്പോൾ ആകെ 632 സ്റ്റോക്കുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയും ഉണ്ടായുള്ളൂ. SBI, ശ്രീറാം ഫൈനാൻസ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, ടൈറ്റാൻ കമ്പനി, ഡോക്ടർ റെഡ്ഡീസ് ലാബ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുവാനായപ്പോൾ മാക്സ് ഹെൽത്ത് കെയർ, ITC, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, NTPC, ONGC തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ത്യൻ രൂപയ്ക്ക് ഇന്നത്തെ ആദ്യഘട്ടത്തിൽ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും തുടർന്ന് ഇന്നത്തെ നേട്ടങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയുമാണ് കാണുവാനായിട്ട് സാധിക്കുക. തൽഫലമായി നഷ്ടത്തോടുകൂടി 90.66 എന്ന ലെവലിലായിട്ട് US ഡോളറിനെതിരെ വ്യാപാരവും അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്ത്യയിലുടനീളം AI നേറ്റീവ് ഡാറ്റാ സെന്ററും ഡിജിറ്റൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറും വികസിപ്പിക്കുന്നതിനായി ഘട്ടം ഘട്ടമായി $1 ബില്യൺ വരെ നിക്ഷേപിക്കുമെന്ന് സോഫ്റ്റ്വെയർ ഉൽപ്പന്ന കമ്പനിയായ ബ്ലൂ ക്ലൗഡ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിന് 20% നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. അതേസമയം സ്ട്രീറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തു വന്ന Q3 ഏർണിംഗ്സിന്റെ ഫലമായിട്ട് കല്യാൺ ജുവലേഴ്സിന്റെ സ്റ്റോക്ക് പ്രൈസിലും 12% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. Q3 ഏർണിംഗ്സ് വന്നതിനെ തുടർന്ന് ബ്രോക്കറേജുകൾ സ്റ്റോക്കിന്റെ ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയതിനാലും ടാറ്റ സ്റ്റീലിലും ഇന്ന് 5% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയുമുണ്ടായി. തുടർന്ന് ഇന്നത്തെ നേട്ടത്തിന്റെ പകുതിയോളം പോയിന്റുകൾ സ്റ്റോക്കിൽ നിന്നും ചോർന്നു പോവുകയുമുണ്ടായി. അതേസമയം ഗോകുൽദാസ് എക്സ്പോർട്സ് തുടങ്ങി മറ്റുള്ള ടെക്സ്റ്റൈൽ സ്റ്റോക്കുകളിലും 7% ഉയർച്ച അനുഭവപ്പെടുകയുണ്ടായി. പ്രധാനമായും യുഎസിന്റെയും ഇന്ത്യയുടെയും ഇൻട്രീം ട്രേഡ് ഫ്രെയിംവർക്ക് താരിഫിനെ 18% കുറച്ചതായി കൺഫേം ചെയ്തതിനെ തുടർന്നാണ് ഈ സ്റ്റോക്കുകളിൽ ഇന്ന് ഉയർച്ചയും അനുഭവപ്പെടുവാൻ ഇടയാക്കിയതും. G20 രാജ്യങ്ങൾക്ക് ഇടയിൽ 2027 സാമ്പത്തിക വർഷത്തില് ഇന്ത്യയുടെ GDP 6.4% വളർച്ച രേഖപ്പെടുത്തുമെന്ന് ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ മോഡീസിന്റെ ഭാഗത്തു നിന്നും അഭിപ്രായം വരികയുണ്ടായി. ഇനി നമുക്ക് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ അതിശക്തമായ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. താരിഫ് കുറയ്ക്കുക, ഊർജ്ജ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുക, സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയെ ലക്ഷ്യമിട്ടുള്ള ഇടക്കാല വ്യാപാര ചട്ടക്കൂട് വെള്ളിയാഴ്ച ഇന്ത്യയും USഉം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് നല്ലൊരു ഗ്യാപ്പിലേക്കും തുടർന്ന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതേസമയം തന്നെ അടുത്ത 5 വർഷത്തേക്ക് USൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പ്രതിജ്ഞാബദ്ധമാണെങ്കിലും ഊർജം, വിമാനം, പ്രതിരോധ സാങ്കേതിക വിദ്യ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ സെൻസിറ്റീവ് കാർഷിക മേഖലയെ അതേസമയം ഇന്ത്യ US ട്രേഡ് ഡീലിൽ നിന്നും സംരക്ഷിക്കുകയുമുണ്ടായി. ബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്വാർട്ടർലി പ്രോഫിറ്റ് ഇത്തവണ Q3 ഏർണിംഗ്സിൽ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ബ്രോക്കറേജുകളും സ്റ്റോക്കിന്റെ ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയുമുണ്ടായി. തൽഫലമായി ഇന്ന് SBIയുടെ സ്റ്റോക്ക് പ്രൈസിൽ 7% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് ബാങ്കിന്റെ വിപണി മൂലധനം 10 ലക്ഷം കോടി രൂപ കടന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ പട്ടികയിലേക്ക് SBIയും പ്രവേശിക്കുകയുണ്ടായി. തൽഫലമായി റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ഭാരതി എയർടെൽ,
ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ICICI ബാങ്ക് എന്നിവയ്ക്കൊപ്പം ഈ നേട്ടം കൈവരിക്കുന്ന ആറാമത്തെ ഇന്ത്യൻ സ്ഥാപനമായിട്ട് SBI മാറുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് SBIയുടെ സ്റ്റോക്ക് പ്രൈസിലുണ്ടായ ഉയർച്ചയും ബാങ്ക് നിഫ്റ്റിക്ക് ഗുണകരമായി തന്നെ മാറുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് SBIയിൽ അനുഭവപ്പെട്ട അതിശക്തമായ നേട്ടവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഒരു വർഷത്തിലേറെ കാലമായി അതിശക്തമായി സെല്ലിംഗ് തുടർന്നുകൊണ്ടിരുന്ന വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ച യുഎസിന്റെ ഭാഗത്തു നിന്നും ട്രേഡ് താരിഫ് കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് 3-ാം തീയതി ചൊവ്വാഴ്ച 5000-ലേറെ കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ് നടത്തുകയുണ്ടായി. തുടർന്ന് ആകെ 5-ാം തീയതി ഒഴികെ ബാക്കി എല്ലാ ട്രേഡിംഗ് സെഷനിലും അവർ ബൈയിങ്ങും നടത്തുകയുണ്ടായി. കൂടാതെ കഴിഞ്ഞ വെള്ളിയാഴ്ചയും രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ തന്നെ 1950.77 കോടി രൂപയ്ക്ക് വീണ്ടും ബൈയിങ്ങിലേക്കും വരികയുണ്ടായി 5-ാം തീയതിയിലെ സെല്ലിംഗിനു ശേഷം. തൽഫലമായി കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ 6 ട്രേഡിംഗ് സെഷനുകൾ ഈ മാസം പിന്നിടുമ്പോൾ 2645 കോടി രൂപയ്ക്കാണെങ്കിലും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ അവർ നെറ്റ് ബയേഴ്സ് ആയിട്ട് മാറിയതും ഇത് നമ്മുടെ മാർക്കറ്റിന്റെയും നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെയും വർദ്ധിപ്പിച്ചതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറുകയുമുണ്ടായി. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ഇന്ത്യയും യുഎസും തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാറിന്റെ ചട്ടക്കൂടുകളുടെ പ്രഖ്യാപനം സംയുക്തമായി ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചതിനെ തുടർന്ന് യുഎസ് മാർക്കറ്റിൽ രാവിലെ നമ്മൾ കണ്ട പോലെ തന്നെ S&P 500-ന് 2% നാസ്ഡാക്കിന് 2.25% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചിരുന്നു. മാത്രമല്ല അതിന്റെ ഒരു അനുരണനം യൂറോപ്യൻ മാർക്കറ്റ്സിലും പ്രകടമായിരുന്നു. വെള്ളിയാഴ്ച 3 യൂറോപ്യൻ മാർക്കറ്റ്സും നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. ഇന്നും ഫ്രാൻസ് മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ബാക്കി യൂറോപ്യൻ മാർക്കറ്റ്സുകളൊക്കെ നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. കൂടാതെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ അനുഭവപ്പെട്ട പോസിറ്റീവ്നെസിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് പോസിറ്റീവായിട്ട് മാറിയതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. കൂടാതെ ഇന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഇടിവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറുകയുമുണ്ടായി. എന്നാൽ അതേ സമയത്ത് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അതിശക്തമായ ഇടിവ് നേരിട്ടുകൊണ്ടിരുന്ന ഇന്ത്യ വിക്സിൽ ഇന്ന് ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും. തൽഫലമായി 12 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് 2.09% ഉയർച്ചയോടുകൂടി 12.19 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യ വിക്സ് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായത്. കൂടാതെ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവും ഇന്ത്യൻ മാർക്കറ്റിനെ മുന്നോട്ടുള്ള കുതിപ്പിന് വിഘാതമേൽപ്പിക്കുകയുണ്ടായി. എങ്കിലും മുൻപ് കണ്ട മറ്റുള്ള ഘടകങ്ങളുടെ സഹായം കൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് അതിശക്തമായ നേട്ടം നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ഫ്ലാറ്റ് ആയിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ UK മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റ് അതേസമയം നേരിയ നഷ്ടത്തോടുകൂടിയും വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 0.5% നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ മുൻപ് കണ്ട പോലെ തന്നെ എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. സിംഗപ്പൂർ മാർക്കറ്റിന് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സിനും 1.25%-ലേറെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതിൽ ജപ്പാൻ മാർക്കറ്റിന് 4.25%-അടുത്തും കൊറിയൻ മാർക്കറ്റിന് 4%-അടുത്തും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ തായ്ലൻഡ് മാർക്കറ്റിന് 3.5%-അടുത്ത് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇടിവ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ബ്രെന്റ് ക്രൂഡിന്റെ വില $67.96 per ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $63.39 per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $4999.06 per ഔൺസ് എന്ന നിലയിലുമായിട്ട് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ലിമിറ്റഡ് തമിഴ്നാട്ടിൽ 9000 കോടി രൂപയുടെ JLR പ്ലാന്റ് കമ്പനി ഉദ്ഘാടനം ചെയ്തു. വോഡഫോൺ ഐഡിയ കമ്പനിയുടെ പ്രൊമോട്ടറായ ശ്രീ കുമാർ മംഗലം ബിർള ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 2.21 കോടി ഓഹരികൾ അധികമായി വാങ്ങിയതായിട്ടുള്ള ഡാറ്റകൾ ഇന്ന് പുറത്തു വരികയുണ്ടായി. അരബിന്ദോ ഫാർമ US FDAയിൽ നിന്ന് 11 നിരീക്ഷണങ്ങൾ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. IDBI ബാങ്ക്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് IDBI ബാങ്കിന്റെ ഓഹരി വിൽപ്പനയിൽ നിന്ന് വിട്ടുനിന്നതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ 4% ഇടിവ് അനുഭവപ്പെടുകയുണ്ടായി. സൈഡസ് ലൈഫ് സയൻസ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവില് 32% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. സൺഫാർമ അഡ്വാൻസ്ഡ് റിസർച്ച് കമ്പനി
കമ്പനി ഇത്തവണ ലോസ് വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 79.7 കോടി രൂപ നഷ്ടത്തിൽ നിന്നും ഈ ക്വാർട്ടറിൽ 80.60 കോടി രൂപയായി നഷ്ടം വർദ്ധിപ്പിക്കുകയുണ്ടായി. അതേസമയം കമ്പനിയുടെ റവന്യൂവിലും ഇടിവ് രേഖപ്പെടുത്തുകയുമുണ്ടായി. കാവേരി സീഡ് കമ്പനി 170 കോടി രൂപയിൽ നിന്നും 210 കോടി രൂപയായി കമ്പനിയുടെ റവന്യൂ ഉയർത്തുകയുണ്ടായി. KPR മിൽ 2.5 രൂപ per ഷെയർ എന്ന നിലയിൽ ഇൻട്രീം ഡിവിഡന്റ് കമ്പനി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 13, 2026 ആണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നതും. ഡിക്സൺ ടെക്നോളജീസ് ഇന്ത്യ ഹാർഡ്ജെറ്റിലെ IT ഹാർഡ്വെയറിനും പുതിയ പ്രൊജക്ടുകൾക്കുമായിട്ട് ശ്രീ ജോഷ് ഹോൾഗറെ പ്രസിഡന്റായിട്ട് നിയമിക്കുകയുണ്ടായി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് AMCA പദ്ധതിക്ക് പിന്നിൽ നിന്ന് HAL പുറത്താണെന്ന് പ്രതിരോധ സെക്രട്ടറി സ്ഥിരീകരിച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.